പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യെസ്, നമ്മുടെ സ്വർണ്ണമഹലിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സ്വർണ്ണമഹലല്ല, സ്വർണ്ണവർഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വർണം സമ്മാനമായിട്ട് നേടാൻ പറ്റും. ഈ കാണുന്ന ബോക്സുകളിൽ എവിടേക്കോ സ്വർണ്ണം ഒളിഞ്ഞിരിപ്പുണ്ട്, സ്വർണ്ണ നാണയം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് വിളിക്കുക. വിളിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള നമ്പർ ചൂസ് ചെയ്യുക. ഞാൻ തുറക്കുന്നു, സ്വർണം സമ്മാനമായിട്ട് തരുന്നു, സ്വർണം ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഇന്ന് വെയർ ചെയ്തിരിക്കുന്ന ഈ മാലയും കമ്മലും ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? നല്ല രസമുണ്ടല്ലേ? നല്ല തിളങ്ങുന്ന കല്ലൊക്കെ. ഇത് ഡയമണ്ടാണ്. അതുപോലെ തന്നെ ചെറിയ എന്താ പറയുക, മുത്ത് താഴെയുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നുള്ള ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. ഈ ഒരു മാലയും അതുപോലെ തന്നെ അതിന് ചേരുന്നതേ ഈ കമ്മൽ കണ്ടോ? കണ്ടില്ലേ? നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കമ്മലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഡയമണ്ട്സും സ്റ്റോണും ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർണമെൻറ്റ്സിനെ പറ്റി ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വർണ്ണമൊക്കെ വാങ്ങാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സ്വർണ്ണമഹലിലോട്ട് പോവുക. കാര്യം അവിടെ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അതിലൊരു ഓഫറാണ് ശരിക്കും ചിങ്ങമാസത്തിൽ എല്ലാവരും സ്വർണ്ണം എടുക്കാറുണ്ടല്ലോ അല്ലേ? ചിങ്ങമാസത്തിൽ ഒരുപാട് വിശേഷങ്ങളുള്ളതുകൊണ്ട് നല്ലൊരു ടൈം ആയതുകൊണ്ട് സ്വർണ്ണം വാങ്ങാറുണ്ട് ആൾക്കാർ. അപ്പോൾ അങ്ങനെ വാങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോഴേ ബുക്ക് ചെയ്യാം. സ്വർണ്ണത്തിൻ്റെ വില ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ ബുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും ലാഭമാണ്. അപ്പോൾ വെറും 1000 റുപ്പീസിന് നിങ്ങൾക്ക് 1 പവൻ ബുക്ക് ചെയ്യാൻ പറ്റും. 1 പവന് 1000 റുപ്പീസ് അടച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഓഫർ, മിസ് ചെയ്യേണ്ട. സോ യെസ്, നമ്മുടെ പ്രോഗ്രാമിലോട്ട് കടക്കാം. നമ്മുടെ ഫസ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, എന്റെ പേര് സന്തോഷ്. സന്തോഷ്, എവിടുന്നാ വിളിക്കുന്നേ? തിരുമല, തിരുവനന്തപുരം. തിരുമല, തിരുവനന്തപുരം. എന്താ ചെയ്യുന്ന സന്തോഷ്? ഞാൻ റിട്ടയർഡ്. എന്തോ? റിട്ടയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേട്ടാ? ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ. ആഹാ. വൈഫിന്റെ പേരെന്താണ്? ലേഖ. ലേഖ. കാണാറുണ്ടോ നമ്മുടെ സ്വർണ്ണവർഷം? എല്ലാ ആഴ്ചയും കാണും. എല്ലാ ആഴ്ചയും കാണും അല്ലേ? ഓക്കെ. ഇത് ഫസ്റ്റ് ടൈം ആണോ വിളിക്കുന്നേ? അല്ല, ഇനി മുന്നേ വിളിച്ചിട്ടുണ്ട്. സ്വർണ്ണം എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് ഇത്തവണ കിട്ടുമെന്ന് നോക്കാം. ഏതാണ് നമ്പർ ചേട്ടാ? 36. ഓക്കെ, 36 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കണേ. നമ്മുടെ ഫസ്റ്റ് കോളർ ആയ സന്തോഷ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് 36 ആണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അയ്യോ, ഇല്ല കേട്ടോ. സാരമില്ല. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ. സോ യെസ്, നമ്മുടെ സന്തോഷേട്ടന് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് കോളറാണ്. ഇത് ഒരുപാട് ബോക്സുകൾ ഇനി തുറക്കാനുണ്ട്. ഒരൊറ്റ ബോക്സിലല്ല സ്വർണ്ണം ഉള്ളത്, മൾട്ടിപ്പിൾ ബോക്സസിലാണ് സ്വർണ്ണം ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പങ്കെടുക്കാം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: 8086011443 എന്ന നമ്പറിലോട്ട്, 8086011443 എന്ന നമ്പറിലോട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കുക. ഒറ്റ തവണ മാത്രമേ അയക്കാവുള്ളൂ. ഒരുപാട് തവണ അയച്ചു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആയി പോവും. അതുപോലെ തന്നെ ആ നമ്പറിലോട്ട് വിളിക്കരുത്. വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമുള്ള നമ്പറാണ്. അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മൾ വാട്സപ്പ് വിന്നേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്. കോളിന് തന്നെയാണ് പ്രൈമറി ഇമ്പോർട്ടൻസ്. ഓക്കെ, നമ്മുടെ അടുത്ത കോളിലോട്ട് പോകാം. ഹലോ. ഹലോ, ഹായ്, നമസ്കാരം. ധാരാണ്? ചന്ദ്രൻ. നേരത്തെ വിളിച്ചിട്ടുണ്ട്. ചന്ദ്രൻ ചേട്ടൻ അല്ലേ? സുഖമായിട്ടിരിക്കുന്നോ ചേട്ടാ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെ ഉള്ളത് ചേട്ടന്റെ? വൈഫ്, മകള്, മകൻ അല്ലേ? മകളും മകനും ഒക്കെ എന്താ ചെയ്യുന്നേ? മകൻ വർക്ക് ചെയ്യാ, മോള് DSC പഠിക്കുന്നു. മോളൊക്കെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട്. എന്താ പേര് മോളുടെ?
സൗവർണിക. സൗവർണിക, യെസ്, സൗവർണിക ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഇന്നില്ലേ, മോളില്ലേ ഇന്ന്? അച്ഛൻ്റെ തന്നിട്ട് പോയോ? ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ ഏതാണ് നമ്പർ? 28. 28 അല്ലേ? 28 28 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ, 28 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല, ഇല്ല കേട്ടോ. സാരമില്ല. ഓക്കെ ചേട്ടാ. എന്താ? ഉടനെ തന്നെ വേണമെങ്കിൽ വിളിച്ചോളൂ. പക്ഷെ കിട്ടുമെന്ന് അറിയില്ല, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. അല്ല, അങ്ങനെ ഇടയ്ക്കൊന്ന് ഒരു ദിവസം വിളിച്ചപ്പോ അത് കട്ടായിരുന്നു. ഒരു ദിവസം ഒരു കോളെ പരിഗണിക്കത്തുള്ളൂ. അപ്പോ നെക്സ്റ്റ് സൺഡേ ഇനിയിപ്പോ നോക്കാം. ഓക്കെ ചേട്ടാ, ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്, അതാണ് നമ്മൾ ഒരു ദിവസം ഒരു കോളാണ് പരിഗണിക്കുന്ന കാര്യം. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ചാൻസ് വേണ്ടേ അല്ലേ? സോ ഇത്തവണ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കണ്ട, നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും കിട്ടട്ടെ. നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്താ? രവി. ഓക്കെ, രവീൻ. രവീൻ, ഓക്കെ. എവിടുന്നാ വിളിക്കുന്നത് രവീൻ? പാറശാല. ഓക്കെ, പാറശാല എന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അമ്മ, ചേച്ചി. രവീൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ? കുഴപ്പമില്ല. ഇത്തവണ കുറച്ച് എന്താ ട്യൂഷനൊക്കെ കുറച്ച് കൂടുതൽ ചേർന്നോ? ചേർന്നു. ഓക്കെ, എങ്ങനെയുണ്ട്? എല്ലാം കൂടെ തിരക്കൊക്കെ ആയോ? പഠിത്തവും, രാവിലെ ട്യൂഷന് പോണം, പിന്നെ സ്കൂളിൽ പോണം. തിരക്കാണോ? എന്തോ? ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, രവീന് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ. ഏതാണ് നമ്പർ? 53 അല്ലേ? 53. ഓക്കെ, 53 രവീന് സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 53 ഉണ്ടോ രവീന് സ്വർണം? ഇല്ല, ഇല്ല കേട്ടോ. ഓക്കെ ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അതിന് മുന്നേ വെച്ചിട്ട് പോയി. രവീൻ വളരെ ബിസിയാണ്, 10ാം ക്ലാസ്സിലേ പഠിക്കാനുണ്ടല്ലോ. സോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ശരിക്കും നിങ്ങളെല്ലാവരും ഫോണിലൂടെ വിളിച്ച് നമ്മുടെ സ്വർണ്ണവർഷത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വാട്സപ്പിലൂടെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ നിങ്ങൾക്ക് ഒരു അടിപൊളി ഓഫർ വരുന്നുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ഫ്ലോറിൽ വന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ താല്പര്യമുള്ള ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ വന്ന് തുറക്കാൻ പറ്റും എന്നുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം: നിങ്ങൾ സ്വർണ്ണമഹലിൽ പോവുക. സ്വർണ്ണമഹലിൽ പോയിട്ട് അവിടുത്തെ ഓർണമെൻറ്റ്സ് ഇട്ട് ഒരു വീഡിയോ എടുക്കുക. വീഡിയോ എടുത്ത് റീൽസ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ പോത്തീസിനെ മെൻഷൻ ചെയ്യുക. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് സെലക്ട് ചെയ്ത് ഇവിടെ വരാൻ സാധിക്കും. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോക്സ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് വരാവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്. ആഴ്ചയിൽ ഒരാൾക്ക് വെച്ച് പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും സ്വർണ്ണമഹൽ വിസിറ്റ് ചെയ്യുക, വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, സോ യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? മായ. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് മായ? അമ്മയും മക്കളും. അപ്പൊ മക്കള് എത്രയായി? ഒരാൾ 9ലും ഒരാൾ 6ലും. 9ലും 6ലും പഠിക്കുന്ന മക്കൾ. ആൺകുട്ടികളാണോ? പെൺമക്കളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെ പോകുന്നു? രണ്ടുപേരും ഉണ്ടോ വീട്ടില്? ഇല്ല, രണ്ടുപേരും ട്യൂഷന് പോയി. ഓക്കെ, ഒരേ സ്ഥലത്ത് തന്നെയാണോ ട്യൂഷന് വിട്ടേക്കുന്നത്? രണ്ട് സ്ഥലത്താണ്. അപ്പൊ ആരോ കൊണ്ടുവിട്ട് വിളിച്ചോണ്ടൊക്കെ വരുന്നത്? അത് തനിയെ പോവോ? തനിയെ പൊക്കോളും. ഓക്കെ, അടുത്താണ് വീടിന്റെ? അല്ല, ഒരാൾ ഇച്ചിരി ദൂരെ, ഒരാൾ അടുത്താണ്. ഓക്കെ ഓക്കെ, യെസ്. ഏതാണ് നമ്പർ? 35. നേരത്തെ ഒരാൾ 36 ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം 35 ഗോൾഡ് ഉണ്ടോ എന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. 35. അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ടൈം ലക്ക് ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തവണയാണ് ഒരു ദിവസം വിളിക്കാൻ പറ്റുന്നത് എന്ന്. അതിന് പുറമെ നിങ്ങൾക്കുള്ളൊരു ചാൻസ് ആണ് വാട്സപ്പിൽ അയക്കുക എന്നുള്ളത്. 808602
080114443 എന്ന നമ്പറിലോട്ട് ജസ്റ്റ് നിങ്ങളുടെ പേര്, സ്ഥലം, ഒപ്പം നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഒന്ന് വാട്സപ്പ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് വിന്നറായി മാറാനും പറ്റും. വാട്സപ്പ് വിന്നർ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് കേട്ടോ. നമ്മൾ അതായത് 12:45 വരെ മാത്രമേ വാട്സപ്പിൽ അയക്കാൻ പറ്റൂ. അപ്പോൾ ആ 12:45 ശേഷമുള്ള 15 മിനിറ്റ്സിലാണ് വാട്സപ്പ് വിന്നേഴ്സിന് നോക്കുന്നത്. അപ്പോൾ കോളിൽ തുറക്കാത്ത ബോക്സുകൾ ഉണ്ടെങ്കിലാണ് വാട്സപ്പിലും വിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ മിസ് ചെയ്യേണ്ട ചാൻസ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഹലോ, ആരാണിത്? ഇത് കോട്ടപ്പുറം ശശിധരൻ ആൻഡ് കലാദേവി. യെസ്, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഇപ്പൊ ഉണ്ടോ? രണ്ടുപേരും അവിടുത്തെ ശബ്ദം കേൾക്കാം. ഓക്കെ, ഇന്ന് ഏതാണ് നമ്പർ? 37. 37. ഓക്കെ, 37 എന്തുകൊണ്ട് ചൂസ് ചെയ്തു? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒന്നുമില്ല, വെറുതെ ചൂസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം 37 ഗോൾഡ് ഉണ്ടോ എന്ന്. ഓക്കെ, 37 നോക്കട്ടെ. അയ്യോ, ഇല്ലല്ലോ. വേണ്ട, ഇല്ലെങ്കിൽ വേണ്ട. അതായത് എനിക്കറിയാം, പേര് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. പാട്ടൊക്കെ പാടി തരാറുള്ളതല്ലേ? പാടിക്കോ, കേക്കട്ടെ. ഇന്നത്തെ പാട്ട് കേക്കട്ടെ. ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസിരുന്നവളാണു ഞാൻ, പ്രേമ തപസിരുന്നവൾ ഞാൻ. അടിപൊളി. താങ്ക് യു സോ മച്ച് കേട്ടോ. ഇനിയും വിളിക്കണം. താങ്ക് യു, ടാറ്റാ. സോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള കപ്പിളാണ്. എനിക്ക് പേര് പറയുമ്പോഴേ അറിയാം, അവരുടെ പേര് പറയുമ്പോഴേ അറിയാം. നല്ല ഹാപ്പി ആൻഡ് ജോളി ആയിട്ട് വിളിക്കില്ല, അങ്ങനെ ഒരു കപ്പിളാണ്. അപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ ഇതേ ഒരു എനർജിയാണ് എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. യെസ്, വിൻ ചെയ്യാത്തവരും അതുപോലെ എന്താ പറയുക, വിളിച്ച് കിട്ടാത്തവരും ഒക്കെ ചെയ്യേണ്ടത് വാട്സപ്പിൽ അയക്കുക എന്നുള്ളതാണ്. മറക്കരുത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. കയ്യിൽ ഇപ്പോൾ ഫോണുണ്ട്, ആ ഫോൺ വെച്ച് ഡയൽ ചെയ്യാം. അതൊന്ന് അല്ലാണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ, നിങ്ങൾ എപ്പോഴും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കയറുന്നതാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലല്ല, വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റും 8086014443 എന്ന നമ്പറിലോട്ട്. സോ പേര്, സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ, ഇത്രയാണ് അയക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സമ്മാനം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സമ്മാനം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഗോൾഡ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വാല്യൂ ഇങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്നും അതൊരു എന്താ പറയുക, അസറ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ സമ്മാനം നേടുക. നിങ്ങൾ എവിടെയും പോകണ്ട, വീട്ടിലിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സ്വർണം നേടുക, സ്വർണ്ണ സമ്മാനം നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വർണം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ കയ്യിൽ കിട്ടുന്നത് സ്വർണ്ണമാണ്. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് നമ്പർ പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ മനസ്സിലോട്ട് സ്വർണ്ണമുണ്ട് അതിനകത്ത് എന്ന് തോന്നുന്നൊരു നമ്പർ തെളിഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ തന്നെ പറയുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും നമ്പർ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ആനിവേഴ്സറി ഡേറ്റ്, അല്ലെങ്കിൽ ബർത്ത്ഡേ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം, ദിവസം നടന്ന ഡേറ്റ് എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ നമ്പർ പറയാട്ടോ. ചിലപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും സ്വർണ്ണം ഉള്ളത്. പിന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 35, 36, 37 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 3 പേര് തുറന്നിട്ടുണ്ട്. എന്തോ ഈ 30s ഗോൾഡ് ഉണ്ട് എന്നൊരു തോന്നൽ കുറച്ച് പേർക്ക് വന്നിരിക്കുകയാണ്. ഇനി ശരിക്കും ആ ലൈനിൽ ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ. ഒരു 3-4 പേർക്ക് അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ വരുമ്പോൾ ഇനി ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. എന്തായാലും അറിയില്ല, നമുക്ക് കാണാം. എന്തായാലും നിങ്ങളിപ്പോൾ ഒരു കുറച്ച് തിരക്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ബ്രേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വർണ്ണവർഷത്തിൽ ഇനിയൊരു ചെറിയ ഇടവേള. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല,
തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. അപ്പോൾ സ്വർണ്ണവർഷത്തിൽ ഇത്രയും നേരം നമ്മുടെ കോളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ദേ വളരെ കുറച്ച് ബോക്സസ് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. അതിലൊന്നും ഗോൾഡ് ഉണ്ടായിരുന്നില്ല. ബാക്കി ഒരുപാട് ബോക്സസ് ഓപ്പൺ ആക്കാനുണ്ട്. സോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗോൾഡ് ഇരിപ്പുണ്ട്. അതിൽ നിന്ന് ഗോൾഡ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്പർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. എത്രയും പെട്ടെന്ന് വിളിക്കുക കേട്ടോ. സോ നമ്മുടെ അടുത്ത കോളറിലോട്ട് പോയാലോ? യെസ്, അതിൻ്റെ കൂടെ വാട്സപ്പ് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യെസ്, ശ്രീലാൽ പറഞ്ഞ ഒരു ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നോർമലി നമ്മൾ ഏറ്റവും അവസാനമാണ് തുറക്കുക വിന്നേഴ്സിനെ. പക്ഷേ ഇത്തവണ ജസ്റ്റ് അയച്ചിരിക്കുന്ന നമ്പേഴ്സിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആൾ ആരാണ്? ശ്രീലാൽ പറഞ്ഞിരിക്കുന്ന നമ്പർ ഏതാണ്? എറണാകുളത്ത് നിന്നുള്ള ശ്രീലാൽ പറഞ്ഞിരിക്കുന്ന നമ്പർ 45 ആണ് എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡ്യൂസർ പറയുന്നത്. അപ്പോൾ 45 ഇരിക്കുന്നത് യെസ് യെല്ലോ ബോക്സിലാണ്. 45ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 45ൽ ശ്രീലാലിന് ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഗോൾഡ് ഇല്ലല്ലോ. ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല. ശരിക്കും നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ശരിക്കും വാട്സപ്പിൽ നിന്ന് ഇടയ്ക്കുന്ന് ഇങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. സോ ഇനി ഒരു വാട്സപ്പിൽ സുഹൈൽ അയച്ചിരിക്കുന്ന, സുഹൈൽ എവിടെ നിന്നാണ്? ശാസ്തമംഗലത്തു നിന്നാണ് സുഹൈൽ കേട്ടോ. സുഹൈൽ പറഞ്ഞിരിക്കുന്ന നമ്പർ 52 ആണ്. ഓക്കെ, 52ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സുഹൈൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ഗോൾഡ് ഉണ്ടോ? ഇനി 52 ലെറ്റ്സ് സീ. അയ്യോ, ഇല്ല കേട്ടോ. 52ലും ഇല്ല. എന്ത് ചെയ്യൂ ഇനി ഏതിലായിരിക്കും ഉള്ളത്? സോ യെസ്, ഇനി നമുക്ക് വാട്സപ്പ് വഴിയുള്ള ഓപ്പൺ ചെയ്യാം അല്ലേ? അടുത്ത പറഞ്ഞിരിക്കുന്നത് കുര്യൻ മാത്യു ആണ്. കുര്യൻ മാത്യു എവിടെയാണ് സ്ഥലം? വലിയ പറമ്പിൽ നിന്നാണ്. സോ വിച്ച് നമ്പർ? 24 ആണ് കുര്യൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ 24 ലെറ്റ്സ് സീ. 24ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല. 24ലും ഗോൾഡ് ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കുന്ന വാട്സപ്പിൽ നിന്നുള്ളതായാലും ഇങ്ങനെ തുറക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത ബോക്സുകളും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം അല്ലേ? വിളിക്കാതെ പെട്ടെന്ന് നമ്മൾ വാട്സപ്പ് വഴിയുള്ള ബോക്സസും ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാം. കുറച്ചൊക്കെ ക്ലോസ് ആയി കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത ബോക്സസും മനസ്സിലായിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. സദാശിവൻ പിള്ള ട്രിവാൻഡ്രത്ത് നിന്ന് അയച്ചിരിക്കുന്നത് 39 ആണ്. ഓക്കെ, 39ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. സദാശിവൻ ചേട്ടനുണ്ടോ എന്ന് നോക്കിക്കളയാം. ലെറ്റ്സ് സീ. 39ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് അയ്യോ ഇല്ല. സദാശിവൻ ചേട്ടനും കിട്ടിയിട്ടില്ല. ബട്ട് വൈ? സദാശിവൻ ചേട്ടനും കിട്ടിയില്ല. ഇനിയിപ്പോൾ ആർക്കായിരിക്കും കിട്ടാൻ പോകുന്നത് അല്ലേ? നമ്മൾ കുറച്ച് ബോക്സസ് കോൾ വഴിയും കുറച്ച് ബോക്സസ് വാട്സപ്പ് വഴി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വാട്സപ്പ് വഴി ഒരാളുടെയും കൂടെ ഓപ്പൺ ആക്കാം. ഷുഹൈബ് അയച്ചിരിക്കുന്നത് വിച്ച് നമ്പർ? 62. മലപ്പുറത്ത് നിന്നുള്ള ഷുഹൈബ് അയച്ചിരിക്കുന്നത് 62 ആണ്. 62ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിയാലോ? So let's see. 62. അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ഒരു വാട്സപ്പും കൂടെ ഓപ്പൺ ആക്കാം. ശിവാത്മിക അയച്ചിരിക്കുന്ന നമ്പർ ഒന്ന് ഓപ്പൺ ആക്കിയാലോ? പാലക്കാടിൽ നിന്നാണ് ശിവാത്മിക അയച്ചിരിക്കുന്നത്. ഏത് നമ്പറാണ്? 20 ആണ് അയച്ചിരിക്കുന്നത്. 20ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിയാലോ? നോക്കിയോളെ. ലെറ്റ്സ് സീ. ശിവാത്മികയ്ക്ക് ഗോൾഡ് ഉണ്ടോ? 20 ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. എനിക്ക് തോന്നുന്നു ശിവാത്മിക ഭയങ്കര ലക്കിയാണ്. കാര്യം എന്താണെന്നറിയോ? നോർമലി നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് വിന്നേഴ്സിനെ ഏറ്റവും ലാസ്റ്റാണ് എടുക്കാറ്. പക്ഷേ ഇത്തവണ ഒരു ചേഞ്ചിന് നമ്മൾ ശരിക്കും വാട്സപ്പ് വിന്നറിനെ വാട്സപ്പ് വഴിയുള്ള കുറച്ച് ആൾക്കാരുടെ ഇത് ഇടയ്ക്ക് തുറക്കാമെന്ന് വരെ വിചാരിച്ചു. അങ്ങനെ തുറന്നപ്പോഴാണ് ശിവാത്മികയ്ക്ക് കിട്ടിയത്.
അപ്പോൾ ലാസ്റ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കോളർ വഴി ഓപ്പൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ശിവാത്മികയുടെ ലക്കി ഡേ ആണ്, ലക്കിയസ്റ്റ് ഡേ ആണ്. അതുകൊണ്ടാണ് ശിവാത്മികയ്ക്ക് കിട്ടിയത്. കൺഗ്രാറ്റുലേഷൻസ് ശിവാത്മിക. ഇതുപോലെ തന്നെ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, സ്വർണം സമ്മാനമായിട്ട് കിട്ടട്ടെ. സോ അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മൾ സ്വർണ്ണവർഷത്തിൽ ഇങ്ങനെ ചേഞ്ചസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു സുവർണ അവസരമുണ്ട്. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ഫ്ലോറിൽ ലൈവായിട്ട് വന്നത് ഇവിടെ വന്ന് ഈ ബോക്സ് നിങ്ങൾക്ക് തനിയെ ഓപ്പൺ ആക്കി നോക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ സ്വർണ്ണമഹലിൽ പോവുക, അവിടെ ചെന്ന് ഗോൾഡ് ഓർണമെൻറ്റ്സ് അണിഞ്ഞ് ഒരു വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തതിന് ശേഷം അത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്യുക. കൂട്ടത്തിൽ നമ്മുടെ സ്വർണ്ണമഹലിനെയും കൂടെ മെൻഷൻ ചെയ്യുക. യെസ്, അങ്ങനെ മെൻഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു പോസ്റ്റിന് മാക്സിമം റീച്ചും ലൈക്കും കിട്ടിക്കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആ വീക്ക് ലൈക്ക് കിട്ടിയ ഒരാൾക്ക് ഈ ഫ്ലോറിൽ വന്ന് ഇവിടെ ലൈവായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ബോക്സ് നിങ്ങൾക്ക് തുറന്ന് നോക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസരം മിസ്സാക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. സോ യെസ്, നെക്സ്റ്റ് നമുക്കിനി വാട്സപ്പ് വിന്നറിനെ സെലക്ട് ചെയ്യുക. വിന്നറല്ല, വാട്സപ്പ് ബോക്സ്, വാട്സപ്പ് പറഞ്ഞ ബോക്സ് തുറക്കാം. രാധാകൃഷ്ണൻ എന്നാണ് പേര്. 38 ആണ് നമ്പർ. രാധാകൃഷ്ണൻ ചേട്ടൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. നമുക്ക് നോക്കാം 38-ൽ ഗോൾഡ് ഉണ്ടോന്ന്. ഓക്കെ, സോ ലെറ്റ്സ് സീ 38-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, നെഹി ഇല്ല കേട്ടോ, 38-ൽ ഗോൾഡ് ഇല്ല. സോ 38-ൽ ഗോൾഡ് ഇല്ല. നമ്മളിപ്പോൾ കുറച്ച് വാട്സപ്പ് വഴിയുള്ള ഓപ്പൺ ആക്കിയപ്പോൾ 20-ൽ ഗോൾഡ് ഉണ്ടായിരുന്നു. 20-ൽ ഗോൾഡ് ഉണ്ടായിരുന്നു, പക്ഷേ 38-ൽ ഗോൾഡ് ഇല്ല. ഇങ്ങനെയാണ് മാറി മറിഞ്ഞും ഒക്കെ വരുള്ളൂ. ഇടയ്ക്ക് എവിടേക്കോ ഗോൾഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചാൻസ് മിസ് ചെയ്യരുത്. അയച്ചുകൊണ്ടേ ഇരിക്കുക, വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഗോൾഡ് നോക്കി, ഗോൾഡ് ഓർണമെൻറ്റ്സ്, ഇത് ഫുൾ ഡയമണ്ട് ആട്ടോ. നൈസ് അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മാല. അതുപോലെ തന്നെ മാല ഇത് ശരിക്കും താമര ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടക്കുന്ന പോലത്തെ ഡിസൈനാണ്. പക്ഷെ കമ്മലോട്ട് വരുമ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് ഡിസൈനാണ്. നോക്കിയേ, കണ്ടോ, ഭയങ്കര ഭംഗിയുണ്ട്. എനിക്ക് കമ്മലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട് ഈ കമ്മൽ കാണാൻ വേണ്ടിയിട്ട്. ഡയമണ്ടാണിത്. സോ യെസ്, ഇതുപോലെ ഡയമണ്ടും ഗോൾഡും ഒക്കെ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും സ്വർണ്ണമഹൽ വിസിറ്റ് ചെയ്യുക. ഇത് സ്വർണ്ണമഹലിൽ നിന്നുള്ള ഓർണമെൻറ്റ്സ് ആണ്. സോ അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടൊരു വീഡിയോ റീലായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അതിന് ഇഷ്ടം പോലെ ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്ലോറിൽ വന്ന് ലൈവായിട്ട് അതേ ഓപ്പൺ ചെയ്ത് നോക്കാം. സ്വർണം ഒരു ബോക്സ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. സ്വർണ്ണം ഉണ്ടെങ്കിൽ സമ്മാനമായിട്ട് വീട്ടിൽ കൊണ്ടുപോകും. അടിപൊളിയല്ലേ? സോ ആ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. സോ അടുത്ത കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് വിളിക്കുക. അതിനോടൊപ്പം തന്നെ വാട്സപ്പിലും അയക്കുക. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് വാട്സപ്പിൽ അയച്ച ജയകൃഷ്ണൻ്റെ ബോക്സ് തുറന്നു നോക്കാം. ജയകൃഷ്ണൻ ഇളമക്കരയിൽ നിന്നാണ് സ്ഥലം. ജയകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന നമ്പർ 44 ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ 45 ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി 44 ഓപ്പൺ ആക്കി നോക്കാം. ജയകൃഷ്ണന് ഗോൾഡ് ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ 44. അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല, ഇങ്ങനെയാണ് അല്ലേ? നമുക്ക് എന്നും എപ്പോഴും ലക്ക് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഈ മൊമെൻറ്റിൽ ലക്ക് ഇല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ ലക്ക് വന്നെന്നിരിക്കും. അങ്ങനെയാണ്. നെക്സ്റ്റ് നമുക്കിനി എളമക്കര, അതായത് എറണാകുളം എളമക്കരയിൽ നിന്നുള്ള അനഘ അയച്ച നമ്പർ നോക്കാം. 43 ആണ് അനഘ അയച്ചിരിക്കുന്നത്. അതായത് നേരത്തെ 44 ഓപ്പൺ ആക്കി, ഇപ്പോൾ ദേ 43. നമുക്ക് നോക്കാം 43-ൽ അനഘ അയച്ചിരിക്കുന്ന 43-ൽ ഗോൾഡ് ഉണ്ടോയെന്ന്. നോക്കട്ടെ, ലെറ്റ്സ് സീ. അനഘയ്ക്ക് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ലക്ക് ഉണ്ടോ നോക്കാം. അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല, പോട്ടെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, സോ യെസ്, നമുക്കിനി കോളിലോട്ട് പോവാം അല്ലേ? നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഇതാരാണ്? ഹായ്, നമസ്കാരം. ഇതാരാണ്? അയ്യോ, കേൾക്കുന്നില്ലല്ലോ. ഉറക്കെ പറയോ ഒന്ന്. ടൈപ്പ് എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട് ഫോണിൽ. എന്തായാലും നമുക്ക് വീണ്ടും വാട്സപ്പിൽ വിന്നേഴ്സിനുണ്ടോ എന്നൊന്ന് തപ്പി നോക്കാം. സോ ജസ്ലിൻ എന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ പറയുന്നത്. 39 ആണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്. 39 പക്ഷെ ഓൾറെഡി പോയ നമ്പറാണ്. 39-ൽ ഗോൾഡ് ഇല്ലായിരുന്നു. അപ്പോൾ ജസ്ലിൻ നമ്പർ ഓൾറെഡി പോയ നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്ന് മേ ബി ആദ്യം അയച്ചതായിരിക്കും. 39-ൽ ഗോൾഡും ഇല്ലായിരുന്നു, അത് ഓപ്പൺ ആക്കി പോവുകയും ചെയ്തതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം തുറന്നതിൽ 20-ലായിരുന്നു ഗോൾഡ് ഉണ്ടായിരുന്നത്. ശിവാത്മിക അല്ലേ? സോ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം.
ഹലോ ഹായ് പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? മിണ്ടുന്നില്ല, ടിവിയിൽ ശ്രദ്ധിക്കുക. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ഹലോ രവിയാണ്. രവിയാണ്. എവിടുന്നാ വിളിക്കുന്നത് രവി? ഞാന് എറണാകുളം. എറണാകുളം. ഏതാണ് നമ്പർ? നമ്പർ 51. 51. ഓക്കെ. വീട്ടിലാരൊക്കെ ഉള്ളത് രവി? അത് മകനാ. മകനുണ്ട്. ഭാര്യ. മകനും ഭാര്യയുണ്ട്. എന്തൊക്കെയാണ് പേര് ഭാര്യയുടെയും മകന്റെയും ഒക്കെ? ഭാര്യയുടെ പേര് സുലോചന, ആ മകന്റെ പേര് രതീഷ്. ഓക്കെ. എന്താ ചെയ്യുന്നേ മകൻ? മകൻ ഇവിടെ ബേസിൽ പോണേ. എന്തോ? നേവൽ ബേസിൽ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ ഓപ്പൺ ചെയ്യട്ടെ. 51 അല്ലേ? ഓക്കെ. ലെറ്റ്സ് സീ 51ല് ഗോൾഡ് ഉണ്ടോ നോക്കാം. ഓക്കെ നോക്കട്ടെ. 51ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഗോൾഡ് ഇല്ലല്ലോ. അയ്യോ സോറി. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. ആ താങ്ക് യു. ഓക്കെ ഏട്ടാ, ടാറ്റാ. കിട്ടിയില്ലാന്ന് പറഞ്ഞപ്പോൾ ചേട്ടനും അയ്യോന്നായിപ്പോയി. വിഷമമായി. സാരമില്ല, നെക്സ്റ്റ് ടൈം ഇതുപോലെ വിളിക്കുമ്പോൾ കിട്ടും. അതുപോലെ വാട്സപ്പിലും അയക്കാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വാട്സപ്പിലും ഒരു മെസ്സേജ് ഇടാൻ മറക്കരുത്. എല്ലാ സൺഡേസും ഉറപ്പായിട്ടും സ്വർണ്ണവർഷം കാണുക. കാര്യം എല്ലാ സൺഡേസും കാണുക, അതിനോടൊപ്പം എല്ലാ സൺഡേസും ഒരു ട്രൈ എങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു നമ്പർ പറയുന്നു, സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അത്ര സിമ്പിളാണ് നമ്മുടെ ഗെയിം. വളരെ കോംപ്ലിക്കേറ്റഡോ തല പോയി ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? മീരാബായി. എന്താണ് പേര്? ഹലോ, മീരാബായി. മീരാഭായി അല്ലേ? നല്ല പേരാണ്. എവിടുന്നാ വിളിക്കുന്നേ? സ്വർണം കിട്ട. ഹലോ, എവിടുന്നാ നമ്പർ വിളിക്കുന്നത്? പറയാനാ? നമ്പർ പറഞ്ഞോ, നമ്പർ പറഞ്ഞോ. 42. 42 അല്ലേ? 4242 അല്ലേ? ഓക്കെ. സ്ഥലം എവിടെയാണ് ചേച്ചി? കോഴിക്കോട്. കോഴിക്കോടാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ബ്രദറുടെ വൈഫ്, സിസ്റ്റർ, ഒരു സിസ്റ്റർ. ഓക്കെ. നിങ്ങൾ 3 പേരാണോ? 4 പേര് ഇൻക്ലൂഡിങ് മീ. ആഹാ. ഓക്കെ ഓക്കെ ഓക്കെ. തുറന്നു നോക്കാം അല്ലേ? 42ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. 42ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല. അയ്യോ സാരമില്ല കേട്ടോ. ശരി, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ടാറ്റാ. ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ചേച്ചിയായിരുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും പ്ലസന്റ് ആയിട്ട് വിളിക്കണം. എപ്പോഴും പ്ലസന്റ് ആയിട്ട് ഇരിക്കുക. വിളിക്കാന്ന് മാത്രമല്ല, എപ്പോഴും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് കിടക്കുന്നത് വളരെ നല്ലതാണ്. ചിലരൊക്കെ ഇങ്ങനെ ഭയങ്കര ഹലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അത് സുഖമില്ല അല്ലേ? നമുക്കൊരു ഹാപ്പി ചില്ലായിട്ട് നിൽക്കണ്ടേ? ഓക്കെ. സോ യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ജയകുമാർ. ജയകുമാർ. നമ്പർ ഏതാണ്? നമ്പർ പറയുന്നതിന് മുന്നേ കട്ടായിപ്പോയി അല്ലേ? സാരമില്ല സാരമില്ല. നമ്മൾ ആദ്യമേ നമ്പർ ചോദിച്ചാണ്, പക്ഷെ അതിന് മുന്നേ കട്ടായിപ്പോയി. വിഷമിക്കേണ്ട ചേട്ടാ, ഇനിയും ട്രൈ ചെയ്യണം കേട്ടോ. ഇന്ന് വിളിച്ച് കിട്ടാത്തതല്ലേ, അപ്പോൾ കട്ടായി പോയതല്ലേ, അപ്പോൾ ഇനിയും ട്രൈ ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ അയ്യോ ഹലോ. നെക്സ്റ്റ് ആളുടെയും കട്ടായി പോയി. എന്തോ പ്രശ്നം ലൈനിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, ഇനി അവരുടെ ഭാഗത്തെയാണോ എന്നും അറിയില്ല. സോ സാരമില്ല, വീണ്ടും ട്രൈ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആകും. ഇന്നത്തെ ദിവസം തന്നെ കണക്റ്റ് ആകും. ഇന്നിപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് കട്ടായി പോകുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും ട്രൈ ചെയ്യുക കേട്ടോ. ഒരു തവണ വിളിച്ചാണെന്നുണ്ടെങ്കിൽ പിന്നെ വിളിക്കണമെന്നില്ല. കാര്യം എല്ലാവർക്കും ചാൻസ് വേണം. സോ ഇപ്പം നോക്കുമ്പോൾ കുറേ ബോക്സസ് നമ്മൾ ഓപ്പൺ ആക്കി. അതിലൊരു വിന്നറിനെ നമുക്ക് കിട്ടി. നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ബാബു. ബാബു. നമ്പർ ഏതാണ്? 32 32 അല്ലേ? അതെ. ഓക്കെ, 32. എവിടെ നിന്നാണ് വിളിക്കുന്നത് ചേട്ടാ? കൊല്ലം ശക്തികുളങ്ങര. കൊല്ലത്തുനിന്നാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? കട്ടായി പോയി. ബട്ട് സാരമില്ല, നമുക്ക് നമ്പർ ഉണ്ട്. നമ്പർ എന്തായാലും ബാബു ചേട്ടൻ്റെ ഓപ്പൺ ചെയ്ത് നോക്കാം. സ്വർണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൊടുക്കും അല്ലേ? കട്ടായി പോകുന്നൊന്നും മാറ്റർ അല്ല. നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആക്കും. സോ ലെറ്റ്സ് സീ 32ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ സാരമില്ല, വിഷമിക്കേണ്ട. നെക്സ്റ്റ് സൺഡേ ഇതുപോലെ വീണ്ടും വിളിക്കണം. സ്വർണ്ണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. സോ
സോ നമ്മൾ കുറേ ബോക്സസ് ഓപ്പൺ ആക്കിയെങ്കിലും അതിൽ ഒരു വിന്നറിനെ മാത്രമേ നമുക്ക് ഇതുവരെ കിട്ടിയുള്ളൂ. കാര്യം ഇനിയും ഒരുപാട് ബോക്സസ് ഓപ്പൺ ചെയ്യാനുണ്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഡയഗണലി കുറേ ഓപ്പൺ ആക്കി അല്ലേ, ഇതിങ്ങനെ കുറേ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ആരാണിത്? ഹലോ ഹലോ, ഇതാരാണ്? ഇത് അനിൽകുമാർ. അനിൽകുമാർ, നമ്പർ ഏതാണ്? നമ്പർ 34. 34. ഓക്കെ ചേട്ടാ, എവിടുന്നാ വിളിക്കുന്നേ? ട്രിവാൻഡ്രം. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും വൈഫും മാത്രം. ഓക്കെ, 34 അല്ലേ ചേട്ടൻ പറഞ്ഞേ? 34. വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് സുലോചന. സുലോചന. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടല്ലേ? ചേച്ചിയും വിളിക്കാറുണ്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അവളെ 2 പ്രാവശ്യം വിളിച്ചു, ഞാൻ മിക്ക ദിവസം വിളിക്കാറുണ്ട്. ഓക്കെ. ഇന്ന് എന്താണ് സൺഡേ സ്പെഷ്യൽ? സൺഡേ സ്പെഷ്യൽ രാമായണം വായിക്കുന്നുണ്ട്. നോൺ വെജ് ഇല്ല, വെജ് മാത്രമേ ഉള്ളൂ. നോൺ വെജ് ഇല്ല അല്ലേ? ഓക്കെ. രാവിലെയാണോ വൈകുന്നേരമാണോ വായിക്കുന്നത്? ചേട്ടനാണോ ചേച്ചിയാണോ വായിക്കുന്നത്? രാവിലെ വായിക്കും, വൈകുന്നേരം വായിക്കും. രണ്ടുപേരും വായിക്കോ അതോ ചേച്ചി മാത്രം? ചേച്ചി മാത്രം, ഞാൻ വായിക്കാറില്ല. ഓക്കെ. ശരി, അടിപൊളി. അപ്പൊ 34 നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നോക്കൂ. 34ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ലെറ്റ്സ് സീ. അയ്യോ, ഇല്ല കേട്ടോ. ഓക്കെ, വീണ്ടും വിളിക്കാം. ഓക്കെ, സാരമില്ല. താങ്ക് യു, ബൈ. സോ യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് കിടക്കാം. ഹലോ. ആരാണിത്? ശ്യാമള. എവിടുന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരം കുലശേഖരം. വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡ്, 2 ആൺമക്കള്, മരുമകള്. ഓക്കെ, ചേച്ചിയുടെ നമ്പർ ഏതാണ്? 31 അല്ലേ? ഓക്കെ. 2 ആൺമക്കളാണോ ഉള്ളത്? അതെ. എന്താ ചെയ്യുന്നേ? മൂത്ത മോൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു, ഇളയ മോൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഇളയ മോനെ ഇവിടെ ഉള്ളല്ലേ? അതെ. ചേച്ചി പറഞ്ഞ നമ്പർ 31 അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇന്നെന്താ സൺഡേ, എന്താ പരിപാടി? പ്രത്യേകിച്ചില്ല, മഴയാണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അല്ലേ? ഓക്കെ. സാരമില്ല, നമുക്ക് നമ്പർ ഓപ്പൺ ആക്കാം. സ്വർണമുണ്ടോ എന്ന് നോക്കാം. 31ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ലെറ്റ്സ് സീ. 31. അയ്യോ, ഇല്ലല്ലോ. സാരമില്ല. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനിയും വിളിക്കാം. ഓക്കെ, ബൈ. ചേച്ചി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയുന്നതിന് മുന്നേ ചേച്ചി എന്നെ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ വേണം. ആ ഒരു സ്പിരിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക ലൈഫിൽ. ഓക്കെ. സോ യെസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കോളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യില്ല. നിങ്ങൾ ഉറപ്പായിട്ടും വാട്സപ്പും ചെയ്യാൻ മറക്കരുത്. ഒരൊറ്റ തവണ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്ര അയക്കുക. നമ്പർ ഏതാന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? തൃശ്ശൂരിന്ന് ഷൈജു ആണ്. ഷൈജു. ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ 25 ആണ് നമ്പർ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് ഷൈജു? വീട്ടില് അമ്മച്ചി, വൈഫ്, കുട്ടികള്. ഓക്കെ. കുട്ടികളൊക്കെ എത്രയായി? കുട്ടികള് മൂത്താള് 4, രണ്ടാമത്തെ ആള് 2, മൂന്നാമത്തെ ആള് 2 വയസ്സായിട്ടുള്ളൂ. 2 വയസ്സായിട്ടുള്ളൂ. 3 പേരുണ്ടല്ലേ? 3 ആളുണ്ട്. പെൺകുട്ടികളാണോ? അതെ, 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളുണ്ടല്ലേ? അടിപൊളി. ഓക്കെ, എന്തൊക്കെയാണ് പേരിട്ടിരിക്കുന്നത്? മൂത്താളുടെ പേര് ചേറ, ആഹാ, അടിപൊളി, കൊള്ളാം. ഓക്കെ ചേട്ടാ, 25 അല്ലേ നമ്പർ? ഓപ്പൺ ചെയ്യട്ടെ? ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 25ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. നോക്കട്ടെ, 25ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. സാരമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. സോ കിട്ടിയിട്ടില്ല. 3 പെൺമക്കളുള്ള അച്ഛനാണ് വിളിച്ചത്. നല്ല രസമല്ലേ ഇങ്ങനെ കുഞ്ഞി പെൺമക്കൾ 3 പേരുള്ളത് അല്ലേ? സോ യെസ്, ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങൾക്കും ചൂസ് ചെയ്യാം നമ്പർ തുറന്ന് നോക്കുമ്പോൾ സ്വർണ്ണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുക. അതുപോലെ തന്നെ വാട്സപ്പ് അയക്കുക. നേരത്തെ ഞാൻ പറയാൻ വന്നത് നമ്പറാണ് 8086011443 എന്ന വാട്സപ്പ് നമ്പറിലോട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മെസ്സേജ് അയക്കേണ്ടത്. വിളിക്കേണ്ടത് ആ നമ്പറല്ല, നിങ്ങൾക്കറിയാം. ഓക്കെ, സോ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഹലോ, ഇതാരാണ്?
ഇത് ലളിതാംബിക. ആഹാ ചേച്ചി ഏതാണ് നമ്പർ? 46. 46. ഓക്കെ 46 ചേച്ചി ചൂസ് ചെയ്തിരിക്കുന്നത്. എവിടുന്നാ ചേച്ചി വിളിക്കുന്നത്? ഇവിടെ തിരുവനന്തപുരം ജഗതി. ജഗതി എന്നാണ്. വീട്ടിൽ അയ്യോ കട്ടായി പോയി, പക്ഷെ സാരമില്ല ചേച്ചി നമ്പർ നേരത്തെ തന്നെ പറഞ്ഞ് സേഫ് ആക്കിയിട്ടുണ്ട് അല്ലേ. 46 ആണ് നമ്പർ. ലളിതാംബിക ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. 46ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഇല്ല. പറ്റല്ല, നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ് വിഷമിച്ച് സാഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സാരമില്ല, നമുക്ക് അടുത്ത തവണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലെ ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ യെസ്, ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബോക്സ് നമ്മൾ തുറന്നല്ലേ, ഏകദേശം ഈ സെൻറ്റർ പിടിച്ചിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഡയഗണൽ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൽ ഒരു ആൾക്കാണ് ഗോൾഡ് കിട്ടിയിരിക്കുന്നത്. 20 ഓപ്പൺ ആക്കിയ ശിവാത്മിക അല്ലേ. ശിവാത്മികയാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വിന്നർ. ഇനി അടുത്ത വിന്നർ കോളിൽ നിന്നാണോ വാട്സപ്പിൽ നിന്നാണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ കീപ് ട്രൈയിങ്. സോ നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഇതാരാണ്? ഹലോ ഏതാണ് നമ്പർ? ഹലോ ബേബി, നമ്പർ ചൂസ് ചെയ്തോ? പെട്ടെന്ന് പോരട്ടെ. 49 അല്ലേ. 49. ഓക്കെ, ഇനി പേര് പറ ബേബിയുടെ. അദിത് സഞ്ജു അല്ലേ. എത്രാം ക്ലാസ്സിലെ അദിത് സഞ്ജു? രണ്ടിലോ? 2 പഠിക്കുകയാണ്. എന്നിട്ടാണോ അദിത് സഞ്ജു സ്മാർട്ടായിട്ട് സംസാരിക്കാത്ത? ഏത് സ്കൂളിലാ ബേബി? ആണോ? സ്ഥലം ഏതാണ് ബേബി? ആലപ്പുഴ. അയ്യോ മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ബേബി വീട്ടിൽ വിളിക്കുന്ന പേര്? അദിത് സഞ്ജുവിനെ വീട്ടിൽ എന്താ വിളിക്കുന്നേ? ആദി. ആദി എന്നാണ് വിളിക്കുന്നത് അല്ലേ. ആദിക്ക് ചേച്ചിയോ ചേട്ടനോ അനിയത്തിയോ അനിയനോ ഒക്കെ ഉണ്ടോ? ചേച്ചിയുണ്ട്. ചേച്ചി എത്രാം ക്ലാസ്സിലാ? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിയുണ്ട്. ഓക്കേ. നിങ്ങൾ കളിക്കാറുണ്ടോ? വഴക്കിടാറുണ്ടോ? കളിക്കാറേ ഉള്ളൂ, വഴക്കിടാറില്ല. നല്ല കുട്ടികളാണല്ലേ. ഓക്കെ ആദി പറഞ്ഞ നമ്പർ ഞാൻ തുറന്നു നോക്കട്ടെ. 49ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. നോക്കട്ടെ, ഇന്ന് നമുക്ക് ആദിക്കുട്ടൻ വിന്നർ ആവുമോ എന്ന് നോക്കിക്കളയാം. ഓപ്പൺ ചെയ്യാൻ പോവാണേ. 49. അയ്യോ ഇല്ല കേട്ടോ. ആദിക്കുട്ടൻ ടി വിയിൽ നോക്കിയിരുന്ന് കാണും, പക്ഷെ 49ൽ ഗോൾഡ് ഇല്ല കേട്ടോ ബേബി. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ. ഓക്കെ, ആദിക്കുട്ടന് കിട്ടിയിട്ടില്ല. സാരമില്ല, വിഷമിക്കേണ്ട. നെക്സ്റ്റ് ടൈം ഇതുപോലെ തന്നെ ആദിക്കുട്ടൻ ട്രൈ ചെയ്യണേ. ഓക്കെ, ട്രൈ ചെയ്യണം കേട്ടോ. സോ യെസ്, അതിനോടൊപ്പം തന്നെ ആദിക്കുട്ടൻ്റെ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും പറയാനുള്ളത്, നിങ്ങൾ വാട്സപ്പിലും കൂടെ ട്രൈ ചെയ്യുക. വാട്സപ്പിൽ ഒരു തവണ മെസ്സേജ് അയച്ചേക്കുക. 12:45 വരെ മാത്രമേ വാട്സപ്പിൽ അയക്കാനുള്ള സമയമുള്ളൂ. സോ നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? എന്റെ പേര് ലിനീഷ് ഏതാണ് നമ്പർ? നമ്പർ 11. ഓക്കെ യെസ്, അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു നമ്പർ പിടിച്ചിരിക്കുകയാണ്. 11. എവിടുന്നാ വിളിക്കുന്നത് ലിനീഷ്? നെടുമ്പാശ്ശേരി. ഓക്കെ, നെടുമ്പാശ്ശേരി എയർപോർട്ടിന് അടുത്ത് അല്ലേ? അതെ, എയർപോർട്ടിന് അടുത്ത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുള്ളത്? വീട്ടിൽ അമ്മ, വൈഫ് ഉണ്ട്. അമ്മ, വൈഫ്. ഓക്കെ, വൈഫിന്റെ പേരെന്താ? അഗിത. ഓക്കെ, എന്താ ചെയ്യുന്നത് ലിനീഷ്? ഞാൻ ലുലുവിൽ സൂപ്പർവൈസറാ. ഓ വിനീഷ് അല്ലേ? വിനീഷ്. ഓക്കെ. യെസ്. അപ്പൊ ഇന്ന് എന്താണ് സൺഡേ പരിപാടി? ഇല്ല, ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോ ജസ്റ്റ് കണക്ട് ആയി, അങ്ങനെ സംസാരിച്ചതാ. ആണോ? നിങ്ങൾക്ക് എപ്പോഴാണ് അവധി വരുന്നത്? ഇപ്പൊ സൺഡേ പോണോലോ. അത് വീക്കിലി ഏതെങ്കിലും ദിവസം എടുക്കാം. ഏതെങ്കിലും ഒരു ദിവസം മാറി എടുക്കും അല്ലേ? ഓ ഓക്കെ. യെസ്, അപ്പൊ 11 നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കട്ടെ. 11ൽ ഗോൾഡ് ഉണ്ടോ വിനീഷിന്? ഇല്ല. സാരമില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, ബൈ. സോ
സോ വിനീഷിന് ഗോൾഡ് കിട്ടിയിട്ടില്ല. വിനീഷ് ജോലിക്ക് പോകാൻ ഇങ്ങനെ തിരക്കിട്ട് നിന്നപ്പോൾ അമ്മ വിളിച്ച് കൈ തന്നതാണ്. പക്ഷെ ഇത്തവണ നമുക്ക് ലക്ക് കൂടെ ഇല്ലായിരുന്നു. നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ലക്ക് ഉണ്ടായി എന്ന് വരും. അപ്പോൾ കീപ്പ് ഓൺ ട്രൈയിങ്. സോ യെസ്, അടുത്ത കോളറിലോട്ട് നമുക്ക് പോവാം. ഹലോ ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? എന്റെ പേര് ശ്രീരാജ്. ശ്രീരാജ്, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കല്ലമ്പലം പറകുന്ന്. ഓക്കെ, ഏതാണ് നമ്പർ? 17. ഓക്കെ, ശ്രീരാജ് എന്താ ചെയ്യുന്നേ? ഞാനൊരു സെയിൽസ്മാൻ ആണ്. സെയിൽസ്മാൻ ആണ്. എന്താണ് സെല് ചെയ്യുന്നത്? ഞാൻ ഓഡിയോ വീഡിയോ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഓഡിയോ വീഡിയോ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അപ്പൊ ഇന്ന് പോണ്ട അല്ലേ? ഇന്ന് പോണ്ട, സൺഡേ ഓഫ് ആണ്. ആഹാ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് വൈഫുണ്ട്, മോളുണ്ട്. ആ, മോൾ എത്രാം ക്ലാസ്സിലാ? മോള് 8ല്. 8ാം ക്ലാസ്സിലാണ്. ഓക്കെ, യെസ്. ഉണ്ടോ ആള് അടുത്ത്? ഉണ്ടോ ആളടുത്തുണ്ടോ? മോളുണ്ടോ? ഉണ്ട്. എല്ലാരും ടി വി കണ്ടോണ്ടിരിക്കുകയാണ്. അതെ അതെ. സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? ഇല്ല, മഴ ഇറങ്ങാൻ പറ്റില്ല, ഫ്രണ്ട്സുമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. സാരമില്ല, എന്തായാലും നമുക്ക് വൈകുന്നേരം ഇറങ്ങാൻ നോക്കാം. അപ്പൊ 17 അല്ലേ പറഞ്ഞിരിക്കുന്ന നമ്പർ? അതെ. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവേ. 17 ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. So let's see 17. അയ്യോ, ഇല്ലല്ലോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പൊ 17 ഗോൾഡ് ഇല്ല. ഇനി ഏതിലായിരിക്കും ഗോൾഡ് ഉള്ളത് അല്ലേ? നമുക്ക് നോക്കണം ഏതിലാണ് ഗോൾഡ് ഉള്ളത് എന്ന്. നിങ്ങൾ വിളിച്ച് നിങ്ങൾ പങ്കെടുത്താൽ മാത്രമേ എനിക്കും അറിയാൻ പറ്റത്തുള്ളൂ. എനിക്കും അറിയത്തില്ല ഏതിലാണ് ഉള്ളതെന്ന്. നിങ്ങൾ തുറന്നാൽ മാത്രമേ അറിയൂ. ആ സീക്രട്ട് പ്രൊഡ്യൂസറിന് മാത്രമേ അറിയാവുള്ളൂ കേട്ടോ. എന്തായാലും 20 ഉണ്ടായിരുന്നു. ഇനി ഏതിലാണുള്ളതെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഓക്കെ, ഏതാണ് നമ്പർ? 66 അല്ലേ? ഓക്കെ, ഒന്നുകൂടെ പേര് പറയോ? 66 ആണ് പറഞ്ഞത്, പക്ഷേ കോള് കട്ടായി പോയി. നമുക്ക് തുറന്നു നോക്കാം അല്ലേ? 66 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. ലെറ്റ്സ് സീ, വിന്നർ ഉണ്ടോ ഇവിടെ? അയ്യോ, ഇല്ല. സാരമില്ല, പോട്ടെ. 66 ഗോൾഡ് ഇല്ലായിരുന്നു, കോള് കട്ടായി പോയി. ഇതിൽ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്, 66 ഗോൾഡ് ഇല്ല. സോ നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ സ്വർണ്ണം അടിക്കട്ടെ, കൂടുതൽ നേരം നമുക്ക് സംസാരിക്കാൻ പറ്റട്ടെ അല്ലേ? സോ അതിന് പുറമെ നിങ്ങൾ വാട്സപ്പിലും പങ്കെടുക്കുക. 8080114443 എന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കുക. ഇപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ബോക്സസ് ഓപ്പൺ ചെയ്തു. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ കുറച്ച് നമ്പേഴ്സ് ബാക്കിയുണ്ട്, ഈ ഏരിയയിലും നമ്പർ ബാക്കിയുണ്ട്. സെൻറ്ററിലോട്ടുള്ള മിക്കതിന് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ക്ലോസ് ആയിട്ടുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? ഹായ്, ഇതാരാണ്? ഹലോ, ജോസി. നമ്പർ ഏതാണ് ജോസി? 21. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? പറവൂര്. ടിവിയുടെ വോളിയം കുറയ്ക്കാവോ? ഓക്കെ, ജോസി പറഞ്ഞ നമ്പർ ഒന്നുകൂടെ പറയോ? 21. ഓക്കെ. പറവൂരിന്നാണ് വിളിക്കുന്നത്. എന്താ ചെയ്യുന്നേ? ലോട്ടറിയാണ്. ലോട്ടറി കച്ചവടമാണ്. ഓക്കെ. സോ യെസ്, വീട്ടിലായിരിക്കും ഉള്ളത്? ആ, ഓടി വാ. എന്തോ? ഹലോ, ആഹാ, പിള്ളേര് എത്രാം ക്ലാസ്സിലേക്കാ? വലിയ കുട്ടികളാണ്. ഓക്കെ, ചെറിയ പിള്ളേരാണ്. എന്തൊക്കെയാണ് പേര്? ഏഞ്ചൽ മരിയ, ജോയ്സി. ഓ, ഏഞ്ചൽ മറിയ. ഓക്കെ. ഞാൻ വർക്ക് ചെയ്യുന്നത് എന്തോ ആണ് ഞാൻ വിചാരിച്ചത്. ഏഞ്ചൽ മറിയയും പിന്നെ ജോയ്സി. ഓക്കെ. യെസ്, 21 നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കട്ടെ. ലെറ്റ്സ് സീ, 21 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. സന്തോഷമായില്ല എന്നറിഞ്ഞപ്പോ. സാരമില്ല, ഇനിയും വിളിക്കാം. താങ്ക് യു, ബൈ. സോ നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോയാലോ.
ഹലോ, ഇതാരാണ്? ഹലോ ഹായ്, ഇതാരാണ്? അനിതയാണ്. അനിത. ഓക്കെ, നമ്പർ ഏതാണ്? നമ്പർ 67. എത്ര? 67. 67 അല്ലേ? എവിടുന്നാ വിളിക്കുന്നത് ചേച്ചി? കൊറ്റാമം. കൊറ്റാമം, നെയ്യാറ്റിൻകര അല്ലേ? അനിത. ദീപയല്ല, ശില്പയാണ്. ഓക്കെ, അപ്പൊ ചേച്ചി വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടില് 2 മക്കള്, ഭർത്താവ് ഇവിടെ ഇല്ല, പുറത്ത്. സോ 67 അല്ലേ? നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, നോക്കട്ടെ. 67ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അപ്പോ ചേച്ചി കൺഗ്രാറ്റുലേഷൻസ്. ചേച്ചിക്ക് സന്തോഷം അത്ര എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പോയോ? സ്വർണം കിട്ടി, ചേച്ചി പോയി അതുവഴി. ഓക്കെ, എന്തായാലും നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ യെസ്, ആദ്യമേ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വാട്സപ്പിൽ അയച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. സോ ഇനിയുള്ളതിൽ നിന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഓർണമെൻറ്റ്സിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഡയമണ്ടും ഗോൾഡും ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഇയറിംഗ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇയറിംഗ് ആണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നുള്ള ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. ചിങ്ങമാസം ആകുമ്പോഴേക്കും നമുക്ക് ഗോൾഡൊക്കെ എടുക്കാനുള്ള ആഗ്രഹം വരും, ഫംഗ്ഷൻസ് വരും, വിശേഷങ്ങൾ വരും അല്ലേ? അപ്പോൾ സ്വർണ്ണം ചിങ്ങത്തിൽ നമ്മൾ എടുക്കും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 1000 റുപ്പീസിന് നിങ്ങൾക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റും സ്വർണ്ണമഹലിൽ. പവന് 1000 റുപ്പീസ് അടച്ചാൽ മാത്രം മതി. അപ്പോൾ വില കൂടിക്കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. വില കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുറഞ്ഞ വിലയ്ക്ക് ആ സമയത്ത് എടുക്കാനും പറ്റും. നല്ലൊരു ഐഡിയ അല്ലേ? ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യേണ്ട. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ വിളിച്ചിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ സ്വർണ്ണവർഷത്തിൽ. നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് വന്ന് പങ്കെടുക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും നമ്മുടെ ഒരു കോളിലോട്ട് പോകാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? നന്ദന. എത്രയാണ് നമ്പർ നന്ദന? 23. ഓക്കെ, നന്ദന എവിടെന്നാ വിളിക്കുന്നത്? കൊല്ലം. ഓക്കെ, എന്താ ചെയ്യുന്ന നന്ദന? സ്റ്റുഡന്റ് ആണ്. പഠിക്കുകയാണ്. എന്താ പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. ഏത് ബ്രാഞ്ചാണ്? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലേ? അത് ഇഷ്ടപ്പെട്ട് എടുത്തതാണോ? കിട്ടിയത് എടുത്തു. റാങ്ക് കിട്ടി, അതിനനുസരിച്ച് നല്ലത് നോക്കി എടുത്തു അല്ലേ? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലേ? ഓക്കെ 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 ഓക്കെ. എങ്ങനെ പോകുന്നു കോളേജ് ലൈഫൊക്കെ? ഏത് ഇയർ ആണ്? ഞാൻ തേർഡ് ഇയർ ആണ്. കുഴപ്പമില്ല. തേർഡ് ഇയർ ആണ് ഏറ്റവും നല്ല സമയം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഫസ്റ്റ് ഇയറിന്റെ ആ ഒരു ജൂനിയറിൻ്റെതായ വിഷമങ്ങളും ഇല്ല, എന്നാൽ ഫുള്ളി സീനിയറായി 4th ഇയർ ആയി കോളേജ് വിട്ട് പോകണം എന്നുള്ള വിഷമവും ഇല്ല. തേർഡ് ഇയർ എന്ന് പറയുന്ന ഒരു കറക്റ്റ് ടൈമാണ്, പൊളിക്കാൻ പറ്റിയ ടൈം. ഓക്കെ, അപ്പോൾ നന്ദന 23 അല്ലേ പറഞ്ഞത്? നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, 23ൽ സ്വർണമുണ്ടോ? ലെറ്റ്സ് സീ.
ഇല്ല കേട്ടോ. സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഇതുപോലെ ഇനിയും വിളിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ. നന്ദനിക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. ഇതുവരെ നമുക്ക് 2 പേർക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റും അല്ലേ? 2 വിന്നേഴ്സിനെ കിട്ടി. ഒരാൾ കോളിലൂടെയും ഒരാൾ വാട്സപ്പിലൂടെയാണ് വിൻ ചെയ്തത്. ഇനിയും വിന്നേഴ്സിനെ നമുക്ക് വേണം. കുറച്ച് നമ്പേഴ്സും കൂടെ ഇനി ഓപ്പൺ ആക്കാനുള്ളൂ. പെട്ടെന്ന് തന്നെ വിളിക്കുക, പങ്കെടുക്കുക, സ്വർണം സമ്മാനമായിട്ട് നേടുക. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? എന്താ പേര്? നമ്പർ ഏതാണ്? ഏതാണ്? 36ഓ? 30 അല്ലേ? പേരെന്തായിരുന്നു ഒന്നുകൂടെ പറയോ? ഷിജ. ഓക്കെ, സിജയ്ക്ക് 30 ആണ് സിജ ചൂസ് ചെയ്തിരിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത് സിജ? എവിടെയാ? കാക്കനാട്. വീട്ടിൽ ആരൊക്കെയുണ്ട് സിജയുടെ? എന്തോ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. എനിക്കൊന്ന് നമ്പർ ഓപ്പൺ ചെയ്യാം. അവരുടെ കുട്ടികളുണ്ട്, ഞാനും. ഓക്കെ, അടിപൊളി. അപ്പൊ ഞാൻ നമ്പർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് സീ സിജയ്ക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 30 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഇതുപോലെ ഇനിയും വിളിക്കുക. താങ്ക് യു. ബൈ. അപ്പോൾ വിളിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ടിവിയുടെ വോളിയം കുറച്ചില്ല എന്നുണ്ടെങ്കിൽ എക്കോ ആകെ മൊത്തം ഡിസ്റ്റർബൻസ് ആണ്, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നേരത്തെ കോളിൽ അതാ സംഭവിച്ചത്. സോ യെസ്, ഇനി നമുക്ക് വാട്സപ്പിൽ ഒരു വിന്നറിനെയും കൂടെ എടുത്താലും. നേരത്തെ ഒരു വാട്സപ്പ് വിന്നറിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ശിവാത്മിക അല്ലേ? ഇനി ഒരു വിന്നറിനെയും കൂടെ വാട്സപ്പിൽ നിന്ന് സെലക്ട് ചെയ്താലോ? ഏതാണ് നമ്പർ? മിനി അനിൽ 58 പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ട്രിവാൻഡ്രം വഴുതക്കാടിൽ നിന്നാണ് മിനി അനിൽ അയച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. സോ യെസ് 58 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അപ്പോൾ നേരത്തെ പാലക്കാട് നിന്ന് ഒരു വാട്സപ്പ് വിന്നർ ആയിരുന്നു ശിവാത്മിക. ഇപ്പോൾ 58 ഇരിക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്നുള്ള വിന്നറാണ് അല്ലേ? 2 അറ്റത്ത് നിന്നാണ് നമുക്ക് വിന്നേഴ്സിനെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു കോളിലൂടെ ഒരു വിന്നർ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് അനിത എന്നാണ് തോന്നുന്നു പേര്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ 3 വിന്നേഴ്സിനെ നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയല്ലേ? സോ നിങ്ങളെല്ലാവരും ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും സ്വർണ്ണം കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നിങ്ങളൊന്നും വിഷമിക്കേണ്ട. എല്ലാ സൺഡേയും നമ്മുടെ സ്വർണ്ണം വശം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പങ്കെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് പങ്കെടുക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം: സ്വർണ്ണമഹളിൽ പോവുക, അവിടുന്ന് ഗോൾഡ് ഓർണമെൻറ്റ്സ് ഇട്ടതിന് ശേഷം ഒരു വീഡിയോ എടുക്കുക, അത് റീലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക, സ്വർണ്ണമഹലിനെ മെൻഷൻ ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്കുള്ള ആൾക്ക് ഈ ഫ്ലോറിൽ എല്ലാ വീക്കും ഒരാൾക്ക് ഈ ഫ്ലോറിൽ വന്ന് ഡയറക്റ്റ് ആയിട്ട് ഇത് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അതിനോടൊപ്പം തന്നെ ബോക്സ് ഓപ്പൺ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്യേണ്ട ഈ ചാൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സൺഡേ വീണ്ടും ഇതുപോലെ കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഇസ് ശിൽപ സൈനിങ് ഓഫ്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.